ഇന്ന് 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്, 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. വിവരങ്ങൾ നൽകാൻ ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ദിസ്ന? മുഴുവൻ ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി എന്ന വിവരം തന്നെയാണ് ലക്ഷ്മി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ആ പ്രദേശത്തേക്ക് റെസ്ക്യൂ ടീമിനോ അഗ്നിരക്ഷാ സേനയ്ക്കോ ഒന്നും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ അവർ അവിടെ എത്തിയിരുന്നു. പക്ഷേ വിലങ്ങാട് പാലം മുഴുവൻ വെള്ളത്തിനടിയിൽ പെട്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എത്ര കുടുംബങ്ങൾ അല്ലെങ്കിൽ എത്ര ആളുകളാണ് ഈ ഉരുൾപൊട്ടലിൽ പെട്ടിരിക്കുന്നത് എന്നൊരു കൃത്യമായ വിവരം പോലും നിലവിൽ ലഭ്യമാവാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിൽ മഞ്ഞച്ചീലിൽ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി എന്നൊരു സംശയമുണ്ട്. മഞ്ഞച്ചീൽ സ്വദേശി കുളത്തിങ്കൽ മാത്യു എന്ന മത്തായിയാണ് കാണാതായത് എന്ന ഒരു സംശയമാണ് നിലവിലുള്ളത്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. ഒരു പുലർച്ചെ 1:30-2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. കൂടാതെ തന്നെ 3 തവണ ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയൊരു രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് ഈ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു വിവരം കിട്ടുന്നത് അല്ലേ? കാരണം ആദ്യ ഉരുൾപൊട്ടൽ, അതിലെ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ഇരുട്ടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമതും മൂന്നാമതും ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ വലിയൊരു രീതിയിൽ ആ പ്രദേശം ഒന്നാകെ വെള്ളത്തിനടിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ഥിതിക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു കാര്യവും ഇവർ അറിയിക്കുന്നു. ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവമ്പാടി, പുല്ലൂരാൻപാറ, ആനക്കാംപൊയിൽ, കൂടരഞ്ഞി റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ തമ്പലമണ്ണ, ഇരുമ്പകം, അറിയപ്പുറം, ഉല്ലാസ് നഗർ, പുല്ലൂരാൻപാറ, തുരുത്ത് എന്നിവിടങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ ഒക്കെ തന്നെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറ്റി പാർപ്പിക്കുകയാണ്. കൂടാതെ ഈ ട്രാൻസ്ഫോമറുകൾ അടക്കം വെള്ളത്തിൽ താഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയും വലിയൊരു അപകടത്തിലേക്ക് മാറുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് മലയോര മേഖലകളിൽ മഴ കനത്ത് പെയ്യുന്നു. വലിയൊരു രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായത്. നമുക്ക് നിലവിൽ അറിയാൻ കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് ഈ വിലങ്ങാട് പാലം വെള്ളത്തിനടിയിൽ പോയതുകൊണ്ട് തന്നെ അതായത് ഈ 2 കരകളെയും, ഈ പ്രദേശത്തെ 2 കരകളെയും ബന്ധിപ്പിക്കുന്നത് ഈ പാലമായിരുന്നു. എന്നാൽ ഈ പാലത്തിലൂടെ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാത്ത ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ തന്നെയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു. ഹെലികോപ്റ്ററുകൾ എത്തും എന്നുണ്ടെങ്കിലും എയർലിഫ്റ്റിങ്ങിനും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടല്ലേ, ഈ റോപ്പിട്ട് കൊടുത്തൊക്കെ ആണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഈ താൽക്കാലിക പാലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചന കൂടി ഉണ്ടെന്നറിയാൻ സാധിക്കുന്നു. അത് തീർച്ചയായും സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെയാണെങ്കിലും മഴ ഇപ്പോഴെങ്ങനെയുണ്ട്? കാരണം ഈ ജലാശയങ്ങളെല്ലാം വെള്ളം ഉയർന്ന് അല്ലെങ്കിൽ അങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ താൽക്കാലിക പാലമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വലിയൊരു രീതിയിൽ ജലാശയങ്ങളൊക്കെ തന്നെയും കുത്തിയൊലിച്ച് നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് രക്ഷാ പ്രവർത്തനം നടത്തുന്ന അധികൃതർ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് അതായത് വലിയൊരു രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. നിലവിൽ എത്ര പേർ അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ ഇതിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് പോലും കണക്കുകൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ കാലാവസ്ഥ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാവുന്നുണ്ട്. വലിയൊരു രീതിയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുവാനുള്ള ശ്രമം ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ ഇതിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ കണക്കുകൾ ലഭ്യമാവാത്തത് കൊണ്ടും രക്ഷാപ്രവർത്തകർക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്ത് നിലവിൽ ഉള്ളത്. ലക്ഷ്മി.